അങ്ങനെ നമ്മുടെ പ്രിയമോള് പ്രസവിച്ചിരിക്കുകയാണ്. പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ പറയാനായിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോവാം. അങ്ങനെ ഗോവിന്ദ് ഇരുന്ന് കരയാണ്. ഗോവിന്ദ് പറയുകയാണ്, എൻ്റെ പ്രിയമോൾ ഇനി തിരിച്ചു വരില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അത് മറ്റാരെക്കാളും എനിക്കാണ് അറിയാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കരയുകയാണ്. അപ്പോൾ ഗീതു ഉപദേശിക്കാനൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ടെങ്കിലും ഗീതുവിനെ ആട്ടിപ്പായിക്കാണ് ഗോവിന്ദ്. കാരണം ഗീതു ചെയ്തത് നമ്മുടെ ഗോവിന്ദിനെ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ വിനോദിനെ വിളിച്ചിട്ട് ICUയിൽ കൊണ്ടുവന്നിട്ട് പ്രിയമോളെ കാണിച്ചതാണ് നമ്മുടെ ഗോവിന്ദിനെ പ്രകോപിതനാക്കിയത്. അപ്പോഴേക്കും നമ്മുടെ വിനോദ് കരയാണ്. കരഞ്ഞ് പറയുകയാണ്, ഗോവിന്ദേട്ടാ എന്നെ വേണേലും നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, എന്നെ നിങ്ങൾ തല്ലിക്കൊന്നോളൂ, എന്നാലും എനിക്ക് കുഴപ്പമില്ല, എന്നോട് ക്ഷമിക്കുക ഗോവിന്ദേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണ് നമ്മുടെ വിനോദ്. അപ്പോൾ അത് കണ്ടു നിൽക്കാൻ പറ്റാഞ്ഞിട്ട് നമ്മുടെ ഗീതു വന്നിട്ട് നമ്മുടെ വിനോദിനെ പിടിച്ച് തള്ളുകയാണ്. പലതവണ പിടിച്ച് തള്ളുകയാണ്. അതിനുശേഷം പറയണേ, എടാ നീ എന്തിനാടാ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പ്രിയമോളെ കാണാനായിട്ട് വരരുതെന്ന്. നീ പോടാ, ഇറങ്ങിപ്പോടാ, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞിട്ട് വിനോദിനെ ഇങ്ങനെ പിടിച്ച് തള്ളിയിടുകയാണ്. അങ്ങനെ നമ്മുടെ വിനോദ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പലരും ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പലരും ഇതിങ്ങനെ കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് ഇങ്ങനെ ഇരുന്ന് കരയുകയാണ്. അപ്പോൾ ഗീതു അടുത്ത് ചെല്ലുകയാണ്. കണ്ണേട്ടാ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഗോവിന്ദിനെ വന്ന് തൊടുമ്പോൾ ഗോവിന്ദ് കൈ തട്ടി മാറ്റുകയാണ്. എന്നിട്ട് പറയുകയാണ്, വേണ്ട ഗീതു വേണ്ട, നീ ഇനി ഒരു അക്ഷരം പോലും എന്നോട് പറയരുത്. നിന്നിൽ നിന്ന് ഞാൻ ഈ ചതി ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തു കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ? നിനക്ക് നിൻ്റെ അനിയൻ തന്നെയാണ് വലുത്. എടി നീ നിൻ്റെ അനിയനെ എത്ര സ്നേഹിക്കുന്നോ അതിൻ്റെ 1000 മടങ്ങ് ഞാൻ എൻ്റെ അനിയത്തിയെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും കണക്ക് തന്നെയാണ്. അവരവരുടെ കൂടപ്പിറപ്പുകളുടെ കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാവും. എൻ്റെ പെങ്ങൾക്ക് എന്ത് വന്നാലും നിനക്കെന്താ? അപ്പോൾ ഗീത പറയണ, അങ്ങനെ പറയില്ലേ കണ്ണേട്ടാ, പ്രിയ അവൾ എൻ്റെ സ്വന്തം അനിയത്തി തന്നെയാണ്, ഇനിയൊരു അക്ഷരം നീ മിണ്ടിപ്പോവരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ആ സമയത്തിന് അവസരം മുതലെടുത്തുകൊണ്ട് നമ്മുടെ രാധികാമ്മ രംഗത്തിറങ്ങുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണം, കണ്ണാ നീ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ എൻ്റെ കണ്ണ. ഇവളുടെ രക്തത്തിൽ തന്നെ ചതിയും വഞ്ചനയും കലർന്നിട്ടുണ്ട്. ആ ഭദ്രൻ്റെ മകളല്ലേ ഇവള്. അതുകൊണ്ട് തന്നെ ഭദ്രൻ്റെ മകൻ കാണിച്ചത് നീ കണ്ടില്ലേ? ഇവളും ചതിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നവളാണ്. ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അയ്യപ്പൻ ചോദിക്കണേ, എന്തിനാ രാധികാമ്മ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാധികാമ്മ പറയണം, ഇനി ഇവളിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല, കണ്ണ ഇവളോട് പുറത്ത് പോകാൻ പറ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് രാധിക പറയുകയാണ്, ഗീതുവിനോട് പറയണം, ഗീതു ഇനി നീ ഇവിടെ നിൽക്കേണ്ട, നീ പോവാൻ പറയുകയാണ്. അപ്പോൾ ഗീതു പറയണം, ഞാൻ പൊയ്ക്കോളാം, പക്ഷേ അത് എൻ്റെ രണ്ടാനമ്മയും മകനും അല്ല പറയേണ്ടത്, അത് പറയേണ്ടത് കണ്ണേട്ടനാണ്. കണ്ണേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല എന്ന് പറയണം. അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയണം, കണ്ണ പറയുന്നത് കേട്ടില്ലേ, നീ പറ കണ്ണ, ഇവളോട് ഇറങ്ങിപ്പോവാൻ പറ. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയുകയാണ്, ഞാൻ ഇതിനു മുമ്പ് എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഓരോരുത്തരും ആവശ്യപ്പെടുമ്പോഴൊക്കെ അപ്പോഴായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് രാധികാമ്മയൊക്കെ ഇങ്ങനെ മസിലും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേഖ പറയുകയാണ്, ഗോവിന്ദേട്ടൻ പറഞ്ഞത് എന്താണെന്ന് ഗീതുവിന് മനസ്സിലായോ? കുറച്ച് മുമ്പ് രാധികാമ്മ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഗോവിന്ദേട്ടൻ പറഞ്ഞത് ഗീതു വേണം ഇവിടെ നിൽക്കാനുള്ളത്, ഗീതുവിനാണ് അതിനുള്ള അർഹത മറ്റാരെക്കാളും ഉള്ളത് എന്നാണ്. രാധികാമ്മയോട് പോയി റെസ്റ്റ് എടുക്കാനാണ് ഗോവിന്ദേട്ടൻ പറഞ്ഞത്. അപ്പോൾ രാധികാമ്മ പോയി റെസ്റ്റ് എടുക്കുക, അതാ നല്ലത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രേഖ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു പറയുകയാണ്, രേഖേച്ചി സംസാരം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഗീതു പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നമ്മുടെ അയ്യപ്പനും രേഖയും പിന്നാലെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു ഹോസ്പിറ്റലിന് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ അയ്യപ്പൻ പറയണേ, എന്താ കുഞ്ഞ് ഇങ്ങനെ, എന്തിനാ ഇങ്ങനെ പിണങ്ങി പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേഖ പറയണേ, എൻ്റെ ഗീതു നീ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നെഞ്ചത്തിടിച്ച് നിലവിളിച്ച് കരയാൻ മാത്രമേ പറ്റൂ, ഞങ്ങൾക്കൊന്നും മനക്കരുത്തില്ല. നിനക്ക് ആവോളം അതുണ്ട്. അതായത് നമ്മുടെ പ്രിയമോക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ആ ഒരു ധൈര്യം അവർക്കാർക്കും ഇല്ല. ഗീതുവിനാണെങ്കിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ രേഖ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ പറയുകയാണ്, അതുകൊണ്ട്
അതുകൊണ്ട് നീ ഇവിടെ തന്നെ വേണം, നീ ഒരിക്കലും ഇവിടെ നിന്ന് പോവല്ലെന്ന് പറയണം. അപ്പോൾ ഗീതു പറയണം, അതിന് ആരാ രേഖേച്ചിയോട് പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന്? അപ്പോൾ അയ്യപ്പൻ ചോദിക്കണം, അപ്പോൾ പിന്നെ മോൾ ഇവിടെ ഇറങ്ങി വന്നതോ? എൻ്റെ അയ്യപ്പേട്ട, ഞാൻ പോവാനൊന്നും ആയിട്ട് വന്നതല്ല. പിന്നെ അല്ലെങ്കിലും ഞാൻ കണ്ണേട്ടനെ ഇട്ടിട്ട് എങ്ങോട്ട് പോവാനാണ്? കണ്ണേട്ടൻ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, നെഞ്ചിൻ്റെ അവസാന കുറുകൽ നിലയ്ക്കുന്നത് വരെ ഞാൻ ഒപ്പം ഉണ്ടാവണമെന്ന്. അതുകൊണ്ട് ആ മനുഷ്യൻ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും ഞാൻ പോവില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി തന്നെ നിൽക്കും എന്നിങ്ങനെ ഗീതു പറയുകയാണ്. അതിനുശേഷം ഗീതു പറയുകയാണ്, ഞാൻ പോവാനിറങ്ങിയത് ക്ഷേത്രത്തിൽ പോവാനിറങ്ങിയതാണ്. അവിടെ പ്രിയമോളുടെ സർജറി തുടങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് എനിക്ക് പ്രാർത്ഥിക്കണം. കണ്ണേട്ടൻ എപ്പോഴും പറയും എൻ്റെ പ്രാർത്ഥന ഫലിക്കുമെന്ന്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രേഖ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഗീതു ഞാനും കൂടി വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവിൻ്റെ കൂടെ നമ്മുടെ രേഖയും കൂടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതുവും രേഖയും കൂടി ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ്. അതേസമയം അവിടെ പ്രിയയുടെ സർജറി തകൃതിയായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോവിന്ദൊക്കെ പുറത്തിങ്ങനെ അക്ഷമരായിട്ട് നിൽക്കുകയാണ്. രാധികാമ്മയുണ്ട്. രാധികാമ്മയ്ക്ക് ഒരു കൂസലുമില്ല. എൻ്റെ അമ്മോ ഇങ്ങനെയുണ്ടോ, ഒരമ്മമാർ പെരുവി കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കരച്ചിലോ സങ്കടമോ ഒന്നുമില്ല പുള്ളിക്കാരത്തേക്ക്. അതേസമയം വരുണിനും അതുപോലെ തന്നെ ഒരു വിഷമവും ഇല്ല. ഗോവിന്ദാണെങ്കിൽ ആകെ ഭ്രാന്തെടുത്ത അവസ്ഥയിലുമാണ്. അയ്യപ്പേട്ടനാണെങ്കിൽ അക്ഷമനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതുവും നമ്മുടെ രേഖയും ക്ഷേത്രത്തിൽ ചെല്ലുകയാണ്. ക്ഷേത്രത്തിൽ ചെന്നിട്ട് രണ്ടുപേരും തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയമോൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗീതു പറയുകയാണ്, എൻ്റെ ദേവി, എൻ്റെ പ്രിയമോൾക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേഖ പൂജാരി ഇറങ്ങി വരുമ്പോൾ പൂജാരിയോട് പറയുകയാണ്, ഞങ്ങളുടെ അനിയത്തിയുടെ സർജറിയാണിന്ന്, അതുകൊണ്ട് അവൾക്ക് ഉചിതമായിട്ടുള്ള ഒരു പൂജ എന്തെങ്കിലും നടത്തണം. എന്നിട്ട് നമ്മുടെ പ്രിയമോളുടെ പേരും നാളും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പൂജാരി ചെയ്യാമെന്നും പറഞ്ഞിട്ട് പൂജാരി പോവുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ഗീത് പറയുകയാണ്, രേഖേച്ചി എന്തായാലും എനിക്കിവിടെ അടിമ നടക്കണം എന്ന് പറയുകയാണ്. അടിമ നടക്കണം എന്ന് വെച്ചാൽ ചുവട് വെച്ച് പ്രാർത്ഥിച്ച് ഓരോ ചുവട് വെച്ച് നടക്കുന്നതിനാണ് അടിമ നടക്കണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഗീത് നടക്കുകയാണ്. ഒപ്പം നമ്മുടെ പ്രിയമോളും കൂടിയിട്ടുണ്ട്. അതേസമയം അവിടെ സർജറി തകൃതിയായിട്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതുവും, അതാണ് കുറേ സമയം കാണിക്കുന്നത്, നമ്മുടെ രേഖയും ഗീതുവും കൂടി ഇങ്ങനെ നടക്കുന്നു. അവിടെ ഭയങ്കര സർജറി നടക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. ഡോക്ടർ പുറത്ത് വന്നിട്ട് പറയുകയാണ്, ഗോവിന്ദ് പ്രിയമോളുടെ സിസേറിയൻ ചെയ്തു കുഞ്ഞിനെ പുറത്തെടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ പറയുന്നത് ആൺകുഞ്ഞാണെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയാണ്, പ്രിയമോളുടെ കാര്യം ചോദിക്കുമ്പോൾ പറയാണ്, പ്രിയമോൾക്കുള്ള സർജറി നടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, കുഞ്ഞിനെ എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടർ പറയാണ്, കാണിക്കാം, പക്ഷേ കുഞ്ഞിനെ ഒന്ന് വാഷ് ചെയ്തെടുത്തോട്ടെ, അതിനുശേഷം കാണിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഡോക്ടർ അങ്ങ് കയറി പോകുമ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ്മ ഗോവിന്ദനോട് ചോദിക്കുകയാണ്, കണ്ണ, നിനക്ക് എങ്ങനെ ആ ദുഷ്ടൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് തോന്നി? ആ കുഞ്ഞിനെന്ത് പറ്റിയാലും വേണ്ടില്ല, എൻ്റെ പ്രിയമോൾക്കൊരു കുഴപ്പമില്ലാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ അയ്യപ്പേട്ടൻ ചോദിക്കുകയാണ്, എന്താ ഗോവിന്ദനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഗോവിന്ദൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അയ്യപ്പേട്ടൻ ചോദിക്കുകയാണ്, എന്താ രാധികാമ്മയത്, നിങ്ങൾ എന്ത് വർത്താനമായി പറയുന്നത്? ആ കുഞ്ഞ് രാധികാമ്മയുടെ ആരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം പറയണേ, എൻ്റെ രാധികാമ്മയെ കള്ളവും ചതിയും വഞ്ചനയും എന്തെന്നറിയാതെ പുറത്തു വരുന്ന ഒരു മാലാഖയാണ് ആ കുഞ്ഞുങ്ങളെ പറ്റിയാണോ രാധികാമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അയ്യപ്പേട്ടൻ താക്കീത് ചെയ്യുന്ന കണക്ക് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നോക്കുമ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ വരികയാണ്. സിസ്റ്ററിൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്, ടവലിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് കുഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ലെൻസ് വികസിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ദിവസം ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവരികയാണ്. സിസ്റ്റർ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് കാണിച്ചിട്ട് എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇനി നാളെ അറിയാം കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാളെ അറിയാം. കാരണം ഈ കുഞ്ഞിനെ രാധികാമ്മ കൈകൊണ്ട് മേടിക്കാൻ തയ്യാറാവുമോ, ഇനി ഗീതുവിൻ്റെ കയ്യിൽ ഗീതുവാണോ ഏറ്റുവാങ്ങുന്നത് എന്നൊക്കെ അറിയാം. അതുപോലെ സർജറി കഴിയുന്ന നമ്മുടെ പ്രിയമോൾ ആകെ തളർന്നു പോകുമോ എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.